ഹലോ, ഞാനിവിടെ വന്നിട്ടുള്ളത് മറ്റൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ്. ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ പ്രവാസികൾക്കായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ ഒക്കെ ഫോണ് എന്തെങ്കിലും സെറ്റിങ്സൊക്കെ മാറിക്കിടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ വരിക എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്കതിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ പൂർണ്ണ ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെഡിയാക്കാം എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിനെ നിങ്ങളുടെ കയ്യിലേക്ക് വിർച്വലായിട്ട് എത്തിക്കാൻ കഴിയും. ആ ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായും കാണാൻ ശ്രമിക്കുക. ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഫോണിൽ ആക്സസ് എടുക്കുന്ന ഫോണിലും ആക്സസ് ആരുടെ ഫോണിൽ ആക്സസ് ആണ് നമുക്ക് വേണ്ടത് അവരുടെ ഫോണിലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. ഒന്ന് ടീം വ്യൂവർ, ഒന്ന് നമ്മൾ ആക്സസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ക്വിക്ക് സപ്പോർട്ട്. ഇത് പിന്നെ പൈലറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ പറയുന്നതാണ്. ആദ്യം നമുക്ക് ആക്സസ് എടുക്കുന്ന ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ മുകളിൽ സെർച്ച് ബാറിൽ ടീം വ്യൂവർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ടീം വ്യൂവർ വരുന്നതായിരിക്കും. അതിൽ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും വരുന്നുണ്ടാവുക. അതിൽ നമ്മൾ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ പിന്നെ വീണ്ടും ഒരു 3 ഡയലോഗ് ബോക്സ് വരുന്നതായിരിക്കും. അത് വായിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ട് എന്നതിൽ ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഭാഗമായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതിൽ റിമോട്ട് കൺട്രോൾ ഡിവൈസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ അടിയിലുണ്ടാവും പാർട്ണർ ID എന്നിട്ടുള്ള ഒരു ഭാഗം. അതിലാണ് നമ്മുടെ പാർട്ണറിൻ്റെ ക്വിക്ക് സപ്പോർട്ട് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുണ്ടാകും യുവർ ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ. ആ നമ്പർ നമ്മൾ ഇപ്പുറത്തെ ഫോണിൽ ആക്സസ് എടുക്കുന്ന ഫോണിൽ നമ്മൾ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അവിടെ റിമോട്ട് കൺട്രോൾ എന്നതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ആക്സസ് ഇപ്പുറത്തെ ഫോണിലോട്ട് വരുന്നതാണ്. ഇനി നമുക്ക് നോക്കാം. മറ്റേ പാർട്ണറുടെ അടിയിലെ ടീം വ്യൂവർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം അടിയിലുണ്ടാവും ക്വിക്ക് സപ്പോർട്ട് എന്നുള്ള ഒരു ഭാഗം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ യുവർ ID എന്നുള്ള ഒരു ID കാണിച്ചു തരുന്നതാണ്. ഈ ക്വിക്ക് സപ്പോർട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ടീം വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടിയിലുണ്ടാവും അലോ റിമോട്ട് കൺട്രോൾ എന്നുള്ള ആ ഭാഗം. അതിൻ്റെ അടിയിലുണ്ടാവും ക്വിക്ക് സപ്പോർട്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഈ പോർഷനിലായിട്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇതിലിങ്ങനെ ഒരു ഭാഗമായിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ നമ്മൾ എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം എഗ്രി കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഭാഗം വരും. ഇതിലുണ്ടാവും നമ്മുടെ യുവർ ID. ഈ ID നമ്മൾ ആക്സസ് ആർക്കാണോ നമ്മൾ കൊടുക്കേണ്ടത് അവരുടെ പാർട്ണർ ID എന്നുള്ളിടത്ത് നമ്മൾ ഈ ID നമ്മൾ അതിലോട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നെറ്റിൽ കുറച്ച് ഇഷ്യൂ ഉണ്ട്. നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ യുവർ ID തിരിഞ്ഞു വരാൻ ചെറിയൊരു ഡിലേ എടുത്തിട്ടുള്ളത്. ഈ നമ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്സസ് ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ റിമോട്ട് കൺട്രോൾ എന്ന ലേയിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഫോണിൻ്റെ ഒരു കോപ്പി പൂർണ്ണമായിട്ടും നമ്മൾ ഇതിലോട്ട് വരുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ അലോ എന്നുള്ളത് കൊടുക്കുക. വീണ്ടും നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതാണ്. അതിൽ നമ്മൾ അലോ കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് എന്നുണ്ടാവും, അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റേ ഫോണിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കോപ്പി നമുക്ക് നമ്മുടെ ഈ ആക്സസ് എടുക്കുന്ന ഫോണിലൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഫോണും ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ എന്ത് സെറ്റിങ്സിൽ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലോ അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിലോ എല്ലാം നമുക്ക് ഈ ഫോണിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഫോണിൽ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് നമ്മൾ എക്സിറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അടിയിലുണ്ടാകും ഒരു റൗണ്ട് ഷേപ്പ്. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിലൊരു ഇൻറ്റു മാർക്ക് ഉണ്ടാവും. അതിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എക്സിറ്റ് ആയിട്ട് പുറത്തു പോകാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടീം വ്യൂവറിൻ്റെ 2 ആപ്പ് പരിചയപ്പെട്ടു അല്ലേ. ഒന്ന് ടീം വ്യൂവർ ആക്സസ് എടുക്കുന്ന ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ടീം വ്യൂവർ, 2 ആക്സസ് കൊടുക്കുന്ന ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ക്വിക്ക് സപ്പോർട്ട് എന്നുള്ള ആപ്പ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി ടീം വ്യൂവറിൻ്റെ തന്നെ മൂന്നാമതൊരു ആപ്പാണ് പൈലറ്റ് എന്നുള്ളത്. ഇത് നമുക്ക് ഉപയോഗപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കൊരു യാത്രയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയൊന്നും കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൈലറ്റിൻ്റെ സഹായം നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് വഴി കറക്റ്റായിട്ട് അറിയാം, പക്ഷേ അവന് നമ്മുടെ കൂടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഫോണിൽ ടീം വ്യൂവർ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു പൈലറ്റ് ID ഉണ്ട്. അത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ ക്യാമറ അതേപടി അവരുടെ ഫോണിൽ കാണുകയും അതിൽ ഒരു ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ അത് കാണിച്ചു തരാനും ആ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിൽ നമുക്ക് സഞ്ചരിക്കാനും കഴിയും. ഇനി നമുക്ക് അതെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ടീം വ്യൂവർ പൈലറ്റ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യാം.
ഇപ്പോൾ ഞാനത് മുമ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് വന്നിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ടാവുക. ഇതിൽ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ID നമുക്ക് കാണിച്ചു തരും. അത് ടീം വ്യൂവറിൽ ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഈ ID നമ്മൾ സഹായം ആരാണ് നമുക്ക് തരുന്നത് അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ടീം വ്യൂവറിൽ അടിച്ചു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതിൽ റിമോട്ട് കൺട്രോൾ എന്നുള്ളതിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ തന്നെ ഇതിലിട്ടൊരു കോൾ വന്നിട്ടുണ്ട് കേട്ടില്ലേ. നമ്മൾ ചെയ്യുന്ന ആ ID കൊടുത്തതിന് ശേഷം തന്നെ ഇതിലൊരു കോൾ വന്നു. ഈ കോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടോ ഇതിൽ അലോ എന്നുള്ള ചോദിക്കും. രണ്ട് ഫോണിലും അലോ കൊടുത്തതിന് ശേഷം ഈ ഫോണിൻ്റെ അതേ ക്യാമറ നമ്മുടെ സഹായമാരാണ് കൊടുക്കുന്നത് അയാളുടെ ഫോണിലും ഇയാളുടെ അതേ ക്യാമറ ഓണായി വന്നിട്ടുണ്ട്. കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇയാളാണല്ലോ നമുക്ക് സഹായം തരുന്നത്, നമുക്ക് വഴി പറഞ്ഞു തരുന്നത് ഈ ഫോണിലാണെന്നല്ലോ. അപ്പോൾ നമുക്ക് അയാൾ ഒരു മാർക്ക് ചെയ്തിട്ട് ഒരു പ്രത്യേക ഏരിയ മാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഫോണിൽ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോണിലും ആ മാർക്ക് തെളിഞ്ഞു വരുന്നതാണ്. ചെറിയൊരു മാർക്കായിട്ടാണ് ഇതിൽ കാണുന്നത്. കണ്ടല്ലോ, ഇപ്പോൾ വരുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ? അപ്പോൾ ഞാൻ ഇതിൽ മാർക്ക് ചെയ്തു, അതേ മാർക്ക് ഇതിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഈ കോൾ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് ഈ അടിയത്തെ ആരോയിൽ വന്നിട്ട് നമുക്കിവിടെ കോൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ ഡിസ്കണക്റ്റ് ആകുന്നതാണ്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ടു മൊബൈൽ എങ്ങനെയാണ് ടീം വ്യൂവറുമായി കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടീം വ്യൂവറിൽ മൊബൈൽ ടു കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള QuickSupport ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലൊരു യുവർ ID പറഞ്ഞിട്ടുള്ള ID ഉണ്ടാവും. അത് നമ്മൾ ലാപ്ടോപ്പിൽ ടീം വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ID നമ്മുടെ ലാപ്ടോപ്പിലെ പാർട്ട്ണർ ID എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ലാപ്ടോപ്പിൽ ടീം വ്യൂവർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ ID ആണ് ഇവിടെ മുകളിലുള്ളത്, അതിൻ്റെ പാസ്വേഡും. ഇനി നമ്മളെ പാർട്ട്ണർ ID എന്നുള്ളിടത്താണ് നമ്മളെ മൊബൈലിൻ്റെ ID നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ മൊബൈലിൻ്റെ പാർട്ട്ണർ ID ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്തതിന് ശേഷം മൊബൈൽ ഇവിടെ കണക്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അലോ പെർമിഷൻ ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ മൊബൈലിൽ അലോ എന്നുള്ള കൊടുക്കുക. വീണ്ടും നമുക്കിവിടെ ഒരു മെസ്സേജ് വരുന്നതാണ്. അതിൽ സ്റ്റാർട്ട് നൗ എന്നുള്ളത് കൊടുക്കുക. വീണ്ടും ഒരു ലൊക്കേഷൻ്റെ അലോ ചോദിക്കുന്നുണ്ട്, അവിടെ നമ്മൾ അലോ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ അതേ ഒരു കോപ്പി നമ്മുടെ കമ്പ്യൂട്ടറിൽ കിട്ടിയിട്ടുണ്ട്, ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ മൊബൈലിൽ എന്ത് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ലാപ്പിലും വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ലാപ്പ് എങ്ങനെയാണ് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയത്. ഇനി നമ്മൾ ലാപ്പിലത്തെ അതേ ഫീച്ചേഴ്സ് നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണ് കിട്ടേണ്ടത് ടീം വ്യൂവർ വഴി എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മുടെ ലാപ്പിൽ ആദ്യം ടീം വ്യൂവർ ഓപ്പൺ ചെയ്യാം. ടീം വ്യൂവർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ടീം വ്യൂവറിനകത്ത് യുവർ ID പറഞ്ഞിട്ടുള്ള ഒരു ID നമ്പറും പാസ്വേഡ് പറഞ്ഞിട്ടുള്ള ഒരു പാസ്വേഡും കാണിക്കുന്നതാണ്. നമ്മൾ ആദ്യം ഇവിടെ ടീം വ്യൂവർ ഓപ്പൺ ചെയ്യാണ്. ടീം വ്യൂവർ ഓപ്പൺ ചെയ്തതിന് ശേഷം പാർട്ട്ണർ ID എന്നുള്ളിടത്ത് നമ്മുടെ സിസ്റ്റത്തിലെ ആ ID ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. അത് അടിച്ചതിന് ശേഷം ഇവിടെ റിമോട്ട് കൺട്രോൾ എന്നുള്ള ഇതിൽ ഞാൻ ടച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ ചോദിക്കും പാസ്വേഡ്. അപ്പോൾ സിസ്റ്റത്തിലുണ്ടല്ലോ ഇവിടെ ഒരു പാസ്വേഡ്, ആ പാസ്വേഡ് അതേപോലെ തന്നെ ഇതിൽ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തു. ഞാൻ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് അടിയിൽ കണ്ടിന്യൂ ഉണ്ടല്ലേ? നമ്മുടെ സിസ്റ്റത്തിലെ അതേ ഒരു കോപ്പി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ സിസ്റ്റത്തിൽ എന്ത് വർക്ക് ചെയ്യിപ്പിച്ചാലും അതേപടി നമ്മളെ മൊബൈലിലും വരുന്നതാണ്, ഉണ്ടല്ലേ? നമ്മുടെ ലാപ്പിൻ്റെ ഒരു കോപ്പി നമ്മുടെ മൊബൈലിലും വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ലാപ്പിൻ്റെ ആക്സസ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിലെ യുവർ ID യും പാസ്വേഡും കൊടുത്തതിന് ശേഷം റിമോട്ട് കൺട്രോൾ എന്നതിലാണല്ലോ നമ്മൾ ടച്ച് ചെയ്ത്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ടാവും ഫയൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. നമ്മൾ അതിൽ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്പിൽ നിന്ന് ഏതെങ്കിലും ഫയലോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മൊബൈലിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഫയൽ ട്രാൻസ്ഫർ എന്നതിലാണ് ടച്ച് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നത്.
അത് ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും അതേ പാസ്വേഡ് ചോദിക്കുന്നതാണ്. അവിടെ വീണ്ടും നമ്മൾ അതേ സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കണക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡ്രൈവ് എല്ലാം ഇതിൽ കാണിച്ചു തരുന്നതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ. നമുക്കതിൽ നിന്ന് ഏതാ വേണ്ടതെന്നുള്ള വെച്ചാൽ അതിൽ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫയൽ കാണിച്ചു തരത്തില്ല. ഏതാ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൊബൈലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മൂവോ കട്ടോ പേസ്റ്റോ കോപ്പിയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.